Hi. In this session, we will learn principle of increase of entropy and disorder, entropy and available energy, entropy temperature diagram, entropy and second law of thermodynamics. We'll move to the session in detail. Hope you will enjoy. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രീസ് ഓഫ് എൻട്രോപ്പി and entropy and disorder. First, we will see what is this principle of increase of entropy. As I said earlier, in a reversible process, the entropy of a system remains constant. In an irreversible process, the entropy increases. നോക്കിയേ നമ്മുടെ ഈ നേച്ചറിലുള്ള എല്ലാ പ്രോസസ്സും എല്ലാ ആക്ച്വൽ പ്രോസസ്സും എന്താണ് റിവേഴ്സിബിൾ ആണ്. സോ in all these processes, the entropy of the system increases cycle after cycle. എല്ലാ ആക്ച്വൽ പ്രോസസ്സും ഇറവേഴ്സിബിൾ ആയതുകൊണ്ട് തന്നെ ഓരോ സൈക്കിൾ കഴിയുന്തോറും ഈ എൻട്രോപ്പി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും ആൻഡ് ടെൻസ് ടു എ മാക്സിമം വാല്യൂ, ഒരു മാക്സിമം വാല്യൂയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ആൻഡ് ദിസ് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രീസ് ഓഫ് എൻട്രോപ്പി. സിൻസ് ഓൾ ദ ആക്ച്വൽ പ്രോസസ്സ് ഇൻ ദ യൂണിവേഴ്സ് ആർ ഇറവേഴ്സിബിൾ, the entropy of the system increases cycle after cycle tends to a maximum value. This is the principle of increase of entropy. Entropy എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. This is the principle of increase of entropy. അങ്ങനെയാണെങ്കിൽ what is this entropy and disorder? നമ്മുടെ നേച്ചറിലുള്ള കുറേ സ്പോണ്ടേനിയസ് പ്രോസസ് നോക്കുക. ഫോർ എക്സാമ്പിൾ the flow of heat from cold and to hot. The flow of heat from hot end to cold end. അതുപോലെ തന്നെ the flow of electricity from higher potential to lower potential, melting of ice, boiling of water. ഈ എല്ലാ പ്രോസസ്സും, ഈ പറഞ്ഞ എല്ലാ സ്പോണ്ടേനിയസ് പ്രോസസ് ആർ ഓൾവേസ് അക്കമ്പനീഡ് ബൈ ദി ഇൻക്രീസ് ഇൻ എൻട്രോപ്പി. കാരണം ഇതെല്ലാം ആക്ച്വൽ പ്രോസസ്സിലും എന്ത് അക്കമ്പനി ചെയ്താണ് വരുന്നത്, ഇൻക്രീസ് ഇൻ എൻട്രോപ്പിയാണ്. And with this increase in entropy, there is a transition from order to disorder. Increase of entropy എന്ന് പറഞ്ഞാൽ order state നിന്നും disorder സ്റ്റേറ്റിലേക്ക് പോകുന്നു എന്നതാണ്. So the increase in entropy is always refers to the disorder state of matter. For example, നമ്മൾ നേരത്തെ പറഞ്ഞത് the flow of heat from hot end to cold end. ഈ ഫ്ലോ തുടങ്ങുന്നതിന് മുമ്പ് ആ മെറ്റീരിയലിൽ ഒരു ഡെഫിനിറ്റ് ഓർഡർ ഉണ്ടായിരുന്നു. ഒരെൻഡ് ഹോട്ടും ഒരെൻഡ് കോൾഡും. There is a definite order. But when the heat starts to flow, what happens? It disturbs this order. ഈ ഓർഡറിനെ അവൻ എന്ത് ചെയ്ത് കളഞ്ഞു, ഡിസ്റ്റർബ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ആ മെറ്റീരിയൽ ഒരെൻഡ് ഹോട്ടും ഒരെൻഡ് കോൾഡുമായിട്ടുള്ള ഒരു വെൽ ഓർഡർലി സ്റ്റേറ്റിലല്ല അവൻ ഇരിക്കുന്നത്, അതൊരു ഡിസോർഡർ സ്റ്റേറ്റിലാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മെൽറ്റിംഗ് ഓഫ് ഐസ്, സോളിഡിൽ നിന്നും അവൻ ലിക്വിഡിലേക്ക് മാറുന്നു. സോളിഡ് ഒരു ഓർഡർ സ്റ്റേറ്റ് ആണ്. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് അത്രയും വെൽ പാക്ഡ് ഒരു ഡിസോർഡർ സ്റ്റേറ്റിലാണ്. അപ്പം സോളിഡ് ലിക്വിഡ് ആവുന്നു, ഓർഡർ സ്റ്റേറ്റിൽ നിന്നും ഡിസോർഡർ സ്റ്റേറ്റിലേക്ക് മാറുന്നു. എൻട്രോപ്പി ഈസ് ഇൻക്രീസിങ്. സിമിലർ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി ബോയിലിംഗ് ഓഫ് വാട്ടർ. ലിക്വിഡ് എന്തിലേക്ക് പോകുന്നു, വേപ്പർ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോകുന്നു. അവിടെയും ഓർഡർ സ്റ്റേറ്റിൽ നിന്നും അതിൽ നിന്നും കുറഞ്ഞ ഡിസോർഡർ സ്റ്റേറ്റിലേക്കാണ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ അവസ്ഥകളിലെല്ലാം we can see there is an increase of entropy. So the increase of entropy is always accompanied with this disorder of the system. So this is it. The increase in entropy implies the increase in disorder. The entropy can be treated as can be stated as a measure of disorder of a system. Entropy is a measure of disorder of the system. It moves from an orderly state to a disorderly state. Entropy increase ചെയ്യുന്നു പറഞ്ഞാൽ ആ സിസ്റ്റത്തിന് എന്ത് കൂടുന്നു എന്നർത്ഥം, ഡിസോർഡർ കൂടുന്നു എന്ന അർത്ഥം. ലൈക്ക് ദിസ് ഫിഗർ, ഈ ഫിഗർ ഉള്ളതുപോലെ. ലാസ്റ്റ് സൈഡിൽ ഞാൻ ഈ ഒരു ഫിഗർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ദ മീനിങ് ഓഫ് ദിസ് പിക്ചർ. ഈ ഫിഗർ പോലെ ഇവിടുത്തെ എഴുത്തിൽ എൻട്രോപ്പി ഈയിലെ നല്ലൊരു ഓർഡർലി സ്റ്റേറ്റ് നിങ്ങൾക്ക് കാണാം. പക്ഷേ അത് കഴിയുന്തോറും ആ ഓർഡർനെസ് ആ ഓർഡർ കുറഞ്ഞു വരികയാണ്. So this is a measure of increase of entropy. The measure of disorder of the system. അടുത്ത നമുക്ക് നോക്കേണ്ടത് entropy and available energy.
നേരത്തെ പറഞ്ഞു, in all irreversible process the entropy is increasing. In nature all the processes are irreversible, so the entropy is increasing. ഈ irreversible process നമുക്ക് a certain quantity of energy of the universe become unavailable for the user. In all irreversible process, for every irreversible process, a certain quantity of the energy of the universe becomes unavailable for the useful work. ഈ അൺഅവൈലബിൾ പാർട്ട് എന്താണ് സംഭവിക്കുന്നത്? ഈ പാർട്ട് എവിടെ പോകുന്നു? And this part appears in the form of loss of heat, in the form of friction, അല്ലെങ്കിൽ കണ്ടക്ഷൻ, റേഡിയേഷൻ എക്സെട്ര. ഇതിൽ കൂടിയെല്ലാം നമുക്ക് ഒരു അൺഅവൈലബിൾ പാർട്ട് എന്ത് ചെയ്ത് പോവുക, നമുക്ക് ലോസ് ആയി പോവുക, which we can't transform it to useful work. Even in the case of ideal engine, നമ്മൾ നേരത്തെ പഠിച്ച ഐഡിയൽ reversible engine പോലും there is always some energy rejected to the sink. So the energy available for useful work എന്ന് പറഞ്ഞാൽ നേരത്തെ ആ എഞ്ചിൻ അബ്സോർബ് ചെയ്ത Q1 amount of energy അല്ല, അതില് അവൻ എന്ത് ചെയ്തു, Q2 amount of energy സിങ്കിൽ കളഞ്ഞു. And that difference is converted into useful work. That Q1 minus Q2 is converted into useful work. Therefore we are saying that always there is unavailable part of the energy which we can't convert into useful work. Useful work നടത്താൻ പറ്റാത്ത ഒരു unavailable part എപ്പോഴും ഉണ്ട് എന്ന് പറയുന്നു. So the work W എന്ന് പറഞ്ഞാൽ എന്താണ്? Q1 അല്ല, but it is Q1 minus Q2. ഈ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത്, യൂസ്ഫുൾ വർക്ക് ആയിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം. So we have the expression for efficiency as theta is equal to 1 minus T2 by T1, or it is T1 minus T2 by T1. So what's the energy available for the useful work? It depends on the temperature difference. In nature, this temperature difference is always decreasing because of the irreversible process like conduction, radiation, etc. So if the temperature difference is zero, which means the energy available for the useful work is also zero. Which means in nature, the energy available for useful work is decreasing since the temperature difference is decreasing. So a state will reach in such a way that the temperature difference will become zero. During that time, even though the total energy is converted, the energy available for useful work will become zero. The most of the energy will be converted to some other unuseful forms. നമുക്ക് ആവശ്യമല്ലാത്ത ഫോമിലേക്കുള്ള ഒരു എനർജി കൺവേർഷൻ ആയിരിക്കും അവിടെ കൂടുതൽ നടക്കുന്നത്. The energy available for useful work becomes zero. Next is very important, this entropy temperature diagram. We have learned indicator diagram. അല്ലേ, എന്താ ഇൻഡിക്കേറ്റർ ഡയഗ്രാം? The thermodynamic process can be represented by this indicator diagram. It is nothing but it is a graph. If you plot pressure against volume. Pressure volume ഡയഗ്രത്തിനായിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞത്. It represents the thermodynamic state of the system. നമ്മൾ കാർനോട്ട് സൈക്കിളിന്റെ PV ഡയഗ്രാം വരച്ചിരുന്നു. Then isothermal expansion, then adiabatic expansion, isothermal compression, then adiabatic compression. ഇതായിരുന്നു ഒരു കാർനോട്ട് സൈക്കിളിന്റെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം. Similarly, the thermodynamic process can be also be obtained by plotting temperature against entropy. ടെമ്പറേച്ചറിനെ എൻട്രോപ്പിക്ക് എതിരായിട്ട് പ്ലോട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കൊണ്ടുവരാം, തെർമോഡൈനാമിക് പ്രോസസ്സിനെ സ്റ്റഡി ചെയ്യാൻ പറ്റും, which is the entropy temperature diagram. Here it is a graph obtained by plotting temperature against entropy. നമുക്ക് ഈ കാർനോട്ട്സ് എഞ്ചിന്റെ അല്ലെങ്കിൽ ഇതിന്റെ തന്നെ ഒരു ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. എങ്ങനെ വരും? സോ y axis temperature, x axis entropy. So isothermal expansion അല്ലെങ്കിൽ isothermal process ആണ് AB എന്ന് പറയുന്നത്. ഈ AB എന്ന് പറയുന്ന process is an isothermal process, takes place at a temperature T1. T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലാണ് ഇത് നടന്നത്. അങ്ങനെയാണെങ്കിൽ it is represented by a straight line in entropy temperature diagram. Since it is an isothermal process, അവൻ എന്ത് ചെയ്യണം, എല്ലാ സമയത്തും T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ നിൽക്കണം. സോ AB എന്തായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ, it becomes a straight line in
what? Entropy temperature diagram. B2C is an adiabatic process. So, even in that case, this is S1, this is S1 ൽ നിന്ന് S2 ലേക്ക് സ്ട്രെയിറ്റ് ലൈൻ, അതാണ് ഒരു ഐസോതെർമൽ പ്രോസസ് കാണിക്കുന്നത്. B2C is an adiabatic process. നമ്മൾ നേരത്തെ പഠിച്ചു adiabatic process entropy change is zero, it becomes, it remains constant. അപ്പം B2C ൽ അവൻ എന്ത് ചെയ്യാനേ പറ്റൂ, എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താനേ പറ്റൂ, which is at S2. B യിൽ S2 ആണെങ്കിൽ അവൻ C യിൽ വന്നപ്പോഴും എന്തായേ പറ്റൂ, S2 ആണ്, S2 ആയേ പറ്റൂ, which is represented by a vertical straight line. And from C to D, it is an isothermal compression, right? At temperature T2. ആ സമയത്താണ് അവൻ Q2 എന്ന് പറയുന്ന ഹീറ്റ് സിങ്കിലേക്ക് റിജക്ട് ചെയ്യുന്നത്. സോ if this is T2, C2D യിൽ അവൻ എപ്പോഴും T2 ആയിട്ട് നിൽക്കണം. So it is represented by a straight line. അപ്പം entropy temperature diagram എല്ലാ isothermal processes is represented by a horizontal line. It remains constant. So from D to A again is an adiabatic process, so it remains constant at S1. So this is the diagram for an entropy temperature diagram. So from A to B, it represents an isothermal process. During that time, it absorbs an amount of heat from the source which is at temperature T1. So during that process, we have a gain in entropy. Gain in entropy എത്രയായിരുന്നു? A to B ലേക്ക് വന്നപ്പോൾ Q1 by T1. Q1 by T1 എന്ന് പറയുന്ന gain in entropy എത്രയായിരുന്നു? S1 ൽ നിന്നും അവൻ S2 ലേക്ക് പോയി, which means S2 minus S1. Gain in entropy. Q1 by T1 എന്ന് പറഞ്ഞാൽ S2 minus S1. അടുത്ത CD എന്ന് പറയുന്ന isothermal process rejects heat. Q2 സിങ്കിലേക്ക് കൊടുത്തു. There is a loss of entropy. The loss in entropy is given by Q2. അപ്പോൾ ഇവിടെ Q1 എന്ന് പറഞ്ഞ ഹീറ്റ് എടുത്തു, ഇവിടെ Q2 എന്ന് പറഞ്ഞ ഹീറ്റ് റിജക്ട് ചെയ്തു. So the loss in entropy Q2 by T2 is also, it is S2 minus S1. So the gain in entropy is Q1 by T1 and the loss in entropy is Q2 by T2. And BC and DA, and both represents the adiabatics which involves the no change in entropy. BC യും DA യും adiabatics ആണ്. ആ രണ്ട് കർവും no change in entropy യെ സൂചിപ്പിക്കുന്നു. So that represented by a vertical line. So അങ്ങനെയാണെങ്കിൽ this is the gain in entropy and this is the loss in entropy. So on a temperature entropy diagram, we can say S2 minus S1 equal to Q1 by T1, right? Which is also equal to Q2 by T2. If these ratios are same, you can write Q1 minus Q2 by T1 minus T2. Q1 minus Q2 by T1 minus T2. So can you say what's the area of this diagram? Next, നമുക്ക് entropy temperature diagramത്തിന്റെ area, ഈ കർവിന്റെ ഏരിയ എന്തെന്ന് നോക്കാം. What is the area? It is length into breadth, right? It is AD into AB. AD into AB ആണ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. What is AD? It is T1 minus T2. AD എന്ന് പറയുന്നത് T1 minus T2 ആണ്. What is AB? It is S2 minus S1. AD T1 minus T2 ആണ്. AB എന്ന് പറയുന്നത് S2 minus S1 ആണ്. അങ്ങനെയാണെങ്കിൽ for S2 minus S1 you can substitute S2 minus S1 നെ നിങ്ങൾക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? Q1 minus Q2 by T1 minus Q1 minus Q2 by T1 minus T2. T1 minus T2, T1 minus T2 cancelling, so that you will get area as Q1 minus Q2. Q1 minus Q2, which is nothing but it is the heat energy which is converted to useful work. So similarly, area of the indicator diagram, it also represents the amount of useful work done. Indicator diagram area useful work done ആയിരുന്നു. Entropy temperature diagram area useful work done. The area represents the heat energy converted to useful work. Okay. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് efficiency of Carnot's engine, entropy and second law of thermodynamics.
efficiency of Carnot's engine നമ്മൾ already പഠിച്ചു കഴിഞ്ഞു. The expression is eta equal to 1 minus T2 by T1. ഈ expression using the change in entropy we can entropy ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ prove the efficiency of Carnot's engine using entropy എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പഠിപ്പിക്കുന്നത് വേണം ചെയ്യാൻ. നേരത്തെ പഠിച്ച എഫിഷ്യൻസി അല്ല പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ തൊട്ട് മുന്നേ കണ്ടു കാർനോട്ട് സൈക്കിളില് എൻട്രോപ്പി ടെമ്പറേച്ചർ ഡയഗ്രാം വരച്ചപ്പോൾ Q1 by T1 എന്നുള്ളത് it is S2 minus S1 gain in entropy ആയിരിക്കും. Q1 by T1. ഇവിടെ നിന്നും you can say what is Q1, therefore Q1 equal to T1 into S2 minus S1. T1 into S2 minus S1. അതേപോലെ തന്നെ നമുക്ക് Q2 by T2 is also S2 minus S1, which is the loss in entropy. അങ്ങനെയാണെങ്കിൽ what is Q2? Q2 equal to T2 into S2 minus S1. Q2 equal to T2 into S2 minus S1. So we have the general relation eta efficiency equal to useful work done by the amount of heat it absorbs, which is W by Q1. It is Q1 minus Q2 by Q1. This is the general relation for the efficiency. Q1 minus Q2 by Q1. So ഇവിടെ നിങ്ങൾക്ക് Q1 ഉണ്ട് Q2 ഉണ്ട്, അതിന് എന്ത് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. T1 into S2 minus S1 minus T2 into S2 minus S1. So S2 minus S1 is constant, so you will get S2 minus S1 into T1 minus T2 divided by Q1, which is nothing but what? T1 into S2 minus S1. So Q1 minus Q2 by Q1 ഈ relation substitute ചെയ്ത് എഴുതി. So S2 minus S1 cancelling, so you will get T1 minus T2 by T1, which is 1 minus T2 by T1. In this way, you can prove the efficiency of heat engine using entropy. Entropy change ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, efficiency of heat engine prove ചെയ്യാം, which is 1 minus T2 by T1. So next we need to learn what is entropy and second law of thermodynamics. എങ്ങനെ second law of thermodynamics നെ entropyയുടെ ടേമിൽ എക്സ്പ്ലെയിൻ ചെയ്ത ക്ലോഷ്യസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. Clausius concluded the first law of thermodynamics as the energy of the universe is a constant. Energy of the universe remains constant എന്നായിരുന്നു Clausius first law of thermodynamics പറഞ്ഞു. പക്ഷേ അദ്ദേഹം second law of thermodynamics ഈ രീതിയിൽ പറഞ്ഞു, entropy of the universe tends to a maximum. Oh, every physical or chemical process in nature takes place in such a manner that the total entropy increases. So this is the statement of second law of thermodynamics in terms of entropy. Every physical or chemical process takes place in such a way that the total entropy increases, or the entropy of the universe tends to a maximum. അങ്ങനെയെങ്കിൽ second law of thermodynamics നെ mathematically എഴുതണമെന്നുണ്ടെങ്കിൽ, if you want to formulate the second law of thermodynamics mathematically, consider a substance like SA and SD be the entropy of a substance in the initial and final states A and B respectively. A എന്നും B എന്നും പറയുന്ന ഇനിഷ്യൽ സ്റ്റേറ്റിലും ഫൈനൽ സ്റ്റേറ്റിലുമായിട്ട് ഒരു സബ്സ്റ്റൻസിന് SA-യും SD-യും ആയിരുന്നു എൻട്രോപ്പി. അങ്ങനെയാണെങ്കിൽ the change in entropy എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? It is SD minus SA equal to what? It is integral A to B dQ by T. This is the change in entropy when the substance changes state from A to B. It is integral A to B dQ by T. Consider this change is very close, or it is infinitesimally close to each other. Then you can say this SD minus SA as ds equal to dq by T. And this is the mathematical form of second law of entropy. So ds equal to dq by T is a Friend's relation, and this is the mathematical form of second law of thermodynamics. In this way, you can explain second law of thermodynamics in terms of entropy.
entropy of the universe tends to maximum. This is the second law of thermodynamics. Okay. Thank you.